ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നൊരു പാചകമായാലോ? കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ബീൻസ്, സവാള, പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ടാൽ മതി. കുക്കർ അടുപ്പത്ത് വെക്കുക, കുറച്ച് നെയ്യ് ഇടുക. നെയ്യിലോട്ട് നിങ്ങളുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ കേട്ട ഉടനെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അടുപ്പത്തൊന്ന് എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. കാരണം വെന്ത് അലിഞ്ഞ് നമുക്ക് പോവേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് കുക്കറിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് പാനിലിട്ട് വഴറ്റിയെടുത്താലും മതി. ഞാനിവിടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, കശുവണ്ടി, കുരുമുളക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. കുക്കറിൽ നിന്ന് വെന്ത സാധനങ്ങളെല്ലാം ഒരു പാനിലോട്ട് ഞാൻ എൻ്റെ സൗകര്യാർത്ഥം മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുത്തു. അതിനുശേഷം അരപ്പ് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുഞ്ഞു തിള വരുമ്പോൾ ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് വെട്ടിത്തിളയ്ക്കാനായിട്ട് വിടണ്ട, അങ്ങനെ ഒന്നിരിക്കട്ടെ, ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. അതിനുശേഷം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഈ വെജിറ്റബിൾ കറിയിലൊക്കെ പഞ്ചസാര ഇടുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ബാക്കി കഥ ഇനി അവിടെയാണ് അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞിട്ട് കടുക് താളിക്കാനായിട്ട് നെയ്യിൽ കുറച്ച് മുന്തിരിയും കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുട്ട ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ടയും കൂടി നമ്മുടെ കറിയുടെ മേളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കറി ഉണ്ടാക്കി ഒരു 5 മിനിറ്റ് ഒക്കെ തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ഈ കുറുമ കറി ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കടുക് താളിപ്പൊക്കെ കഴിഞ്ഞിട്ട് സംഭവം സെറ്റാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി നോക്കുക, വീഡിയോസൊക്കെ കാണുക, വ്ളോഗ്, കുക്കിങ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടെ കൂട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ നാളെ തൊട്ട് നമുക്ക് എന്തായാലും 3 ഷോർട്സൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പഴയതുപോലെ ആക്റ്റീവായി വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.